Good morning all. Good afternoon all. Good afternoon. Good ma'am. Good afternoon, Miss. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ചെയ്താ? Yes, ma'am. ഒന്ന് വായിച്ചു നോക്കി ഒന്ന് ഇൻട്രൊഡക്ഷൻ. ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുള്ളൂ. ക്ലാസ് എടുക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുള്ളൂ. ക്ലാസ് തുടങ്ങി പതിയാമഴ ഇതെന്താന്ന് ചോദിച്ചു. കുറച്ചും കൂടി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്ലാസ് തുടങ്ങാം. In discharge process, introduction. A discharge from hospital is a formal release of patient from a hospital after a procedure of a course of treatment. എന്താണ് ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് തീരുക. എന്താണ് ചിലപ്പോൾ അവർക്ക് എന്താണ് ആന്റിബയോട്ടിക്സ് അപ്പൊ എന്തെങ്കിലും ഒരു മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കോഴ്സ് ഉണ്ടാവും അല്ലെ, 3 ദിവസം 5 ദിവസം അല്ലെ, അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് തീരുമ്പോ അവരെന്താണ് അവിടെ നിന്ന് ഔദ്യോഗികമായിട്ട് ഫോമൽ ആയിട്ട് അവിടെ നിന്ന് വിട്ടയക്കുന്നതിനെ പറയുന്നതാണ് ഡിസ്ചാർജ്. A discharge happens whenever a patient leaves hospital on the completion of the treatment. എന്താണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത് ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴാണ്, കംപ്ലീഷൻ ട്രീറ്റ്മെന്റ് അവസാനിക്കുമ്പോഴാണ്. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ്, ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് തീരുക, അതല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് സ്വന്തം റിസ്കില് അവിടുത്തെ അവർ നോക്കിയിരിക്കുന്ന ഡോക്ടർ പറയാതെ തന്നെ ആ പേഷ്യൻസിന്റെ നിർബന്ധപ്രകാരം എന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക. നമ്മൾ കഴിഞ്ഞ എമർജൻസി ക്ലാസ്സിൽ പഠിച്ചില്ലേ, DAM
ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ അല്ലെ, പഠിച്ചിരുന്നില്ലേ? എന്താണ് മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ രോഗി നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോവുക. ട്രാൻസ്ഫറിംഗ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഈ പേഷ്യന്റിന് എന്തിനാ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ അതല്ലെങ്കിൽ എന്താണ് ആളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും റെഫേർഡ് ഡോക്ടറിന്റെ അടുത്ത് ഈ പേഷ്യന്റിനെ പറഞ്ഞയക്കുക. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യുന്ന എന്താണ് ഇപ്പൊ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെയുള്ള ട്രാൻസ്ഫറിംഗ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഓർ ഓൺ ഡെത്ത് എന്താണ് അഡ്മിറ്റ് ആക്കി ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പേഷ്യന്റിന് മരണം സംഭവിക്കുക. അപ്പൊ എന്താണ് ഒരു പേഷ്യന്റിന് മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഡിസ്ചാർജ് കൊടുത്ത് പറഞ്ഞേക്കും. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അവരെ ഫോർമൽ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുന്നതിനാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് 4 തരത്തിലാണ് ഉള്ളത്. എന്താണ് ഫസ്റ്റ് വൺ എന്താണ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുക, അവരുടെ മെഡിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. രണ്ടാമത്തെ എന്താണ് പേഷ്യന്റിന്റെ നിർബന്ധപ്രകാരം മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് സ്വന്തമായി നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോവുക. മൂന്നാമത്തേത് എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ സ്പെഷ്യൽ കെയേഴ്സ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. നാലാമത്തത് പേഷ്യന്റിന് മരണം സംഭവിക്കുക. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരെന്തൊന്നും പറയാത്തെ? ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ്. ഏതൊക്കെ ഡിസ്ചാർജ് പ്രൊസീജിയർ, എത്ര ടൈപ്പ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഉണ്ട്? റുട്ടീൻ ഡിസ്ചാർജ് ഏതാണ്? റുട്ടീൻ ഡിസ്ചാർജ് നിങ്ങൾക്ക് അറിയാലേ, ആ മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം ആ ട്രീറ്റ്മെന്റ് ഒക്കെ തീരുമ്പോ ഡിസ്ചാർജ് വാങ്ങി പോവുക. രണ്ടാമത്തത് AMA ഡിസ്ചാർജ് എന്ന് വെച്ചാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, അവര് കൺസൾട്ട് ചെയ്യുന്ന അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവര് സ്വന്തമായിട്ട് ഡിസ്ചാർജ് വാങ്ങി പോവുക. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ കെയേഴ്സിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നാലാമത്തത് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ എന്നാണ്. ഒരു രോഗിക്ക് അവരുടെ ജീവിതാവസാനം അവർക്ക് വന്നിരിക്കുന്ന അസുഖത്തിന്റെ ബേസിസിൽ അവർക്ക് ജീവിതാവസാനം വരെ എന്താണ് ട്രീറ്റ്മെന്റ് മെഡിക്കൽ കെയർ ആവശ്യമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ എല്ലാം പാലിയേറ്റീവ് കെയർസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ മാറ്റുന്നതാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർസ്. ഫസ്റ്റ് വൺ റുട്ടീൻ ഡിസ്ചാർജ്. റുട്ടീൻ ഡിസ്ചാർജ് പൊതുവായിട്ടുള്ള റുട്ടീൻ ആയിട്ടുള്ള ഡിസ്ചാർജ് ഏതാണ്? എ പ്ലാനഡ് ഡിസ്ചാർജ് ഓഫ് ദ അഡ്വൈസ് ഡോക്ടേഴ്സ്. ആ അഡ്വൈസ് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവര് പ്ലാനിൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. Routine discharge is referred to as the process of a patient being discharged from a hospital or healthcare facilities after getting medical treatment or care. എന്നാണ് ഈ പേഷ്യന്റിന് ലഭിക്കുന്ന മെഡിക്കൽ കെയർ അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ അവസാനിച്ചു കഴിഞ്ഞ് അവർക്ക് മെഡിക്കൽ കോഴ്സിന്റെ അവസാനിച്ച് കംപ്ലീഷൻ ആയി കഴിയുമ്പോ എന്താണ് ആ പേഷ്യന്റിന് എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെയുള്ള ഡിസ്ചാർജ് ആണ് റുട്ടീൻ ഡിസ്ചാർജ്. The healthcare team will then provide the patient with the information about their condition, medications, follow-up care, and any lifestyle changes necessary for them. എന്താണ് ഇങ്ങനെയുള്ള റുട്ടീൻ ഡിസ്ചാർജ് ഡിസ്ചാർജിന്റെ സമയത്ത് അവരെ നോക്കിയിരിക്കുന്ന ഡോക്ടർ അവർ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ എന്താണ് അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ലേ എന്തിനെ കുറിച്ച്
അവരെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, പിന്നെ മെഡിക്കേഷൻ അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ അസുഖങ്ങൾക്കാണ്, അതെങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച്, പിന്നെ എന്തെങ്കിലും ഫോളോ അപ്പ് കെയർ, എന്താണ് വീണ്ടും ഡോക്ടർ വന്ന് ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞോ ഡോക്ടർ വന്നെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഇത് കഴിഞ്ഞ് ഡോക്ടർ കാണേണ്ടതുണ്ട്, അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർസ്. ആൻഡ് എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എന്താണ് ഈ പേഷ്യന്റ് അവരുടെ ജീവിത ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ആണ് വന്നത്, എന്താണ് അവർക്ക് ഇതുവരെ ഷുഗർ ഉണ്ടായില്ല, പെട്ടെന്ന് ഷുഗർ വരെ BP വരെ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് എന്താണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ അല്ലെ, ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല, BP ഉള്ള പേഷ്യൻ ഉപ്പ് കുറയ്ക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ എക്സസൈസുകളോ അവരുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എന്താണ് ഈ ഡോക്ടർ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ക്ലിയർ ആയോ? റുട്ടീൻ ഡിസ്ചാർജ് പറഞ്ഞാല് അവരെ കൺസൾട്ട് ചെയ്യുന്ന അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അവരെ ട്രീറ്റ്മെന്റ് അവസാനിക്കുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്നത്. ഈ റുട്ടീൻ ഡിസ്ചാർജിന്റെ സമയത്ത് ഡോക്ടർ അവർക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, അവർ കഴിക്കേണ്ട മെഡിക്കേഷനെ കുറിച്ച്, അവർക്ക് എന്തെങ്കിലും ഫോളോ അപ്പ് കെയർസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച്, അതല്ല അവരുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കും. ക്ലിയർ ആയോ? അത് റുട്ടീൻ ഡിസ്ചാർജ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് AMA ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് AMA എന്ന് പറഞ്ഞാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതിൽ തന്നെ ഉണ്ട് അല്ലെ എന്താണെന്നുള്ളത്. AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ്സ് against medical advice discharge. It occurs when the patient takes decision to leave a hospital or healthcare facility before their treatment is completed against the advice of their healthcare provider. അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് അവര് സ്വന്തമായിട്ട് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് ലീവ് ചെയ്ത് പോവുക, അത് തന്നെ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് അവർ സ്വയമായിട്ട് ഒരു ഡിസിഷൻ എടുക്കണേ, ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ഡിസ്ചാർജ് വാങ്ങി പോകണം. അപ്പൊ എന്താണ് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് നിർബന്ധപൂർവ്വം അവരെന്താണ് ഡിസ്ചാർജ് വാങ്ങും അല്ലെ. AMA ഡിസ്ചാർജ് മേ occur for a variety of reasons. എന്താണ് AMA ഡിസ്ചാർജ് പല കാരണം കൊണ്ട് സംഭവിക്കാം, ഇൻക്ലൂഡിങ് a desire to leave the hospital early. എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് നേരത്തെ പോകാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ. എന്താ ചില പേഷ്യൻസിന് എന്താണ് കുട്ടികളോ ചെറിയ കുട്ടികളൊക്കെ അവർക്ക് ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രായമായ മാതാപിതാക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ദിവസം എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകില്ല, ഡിസ്ചാർജ് വാങ്ങി പോകും. ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ് അവർക്ക് ലഭിക്കുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് എന്താണ് അതൊരു അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് തോന്നുക. ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർസ്. എന്താണ് അവർക്ക് ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന കെയറിൽ ക്വാളിറ്റി ഇല്ല, ഗുണനിലവാരമില്ല, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നത് തോന്നുമ്പോൾ എന്താണ് ആ പേഷ്യൻസോ അതല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ എന്താണ് നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകും. അതാണ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. എന്താണ് രോഗിയുടെ അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ നിർബന്ധപ്രകാരം മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് സ്വയമേ തന്നെ അവര് ഡിസ്ചാർജ് വാങ്ങി പോകുക. മെഡിക്കൽ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് പല കാരണം കൊണ്ട് സംഭവിക്കും. ഒന്ന് എന്താണ് അവർക്ക് ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത് എന്താണ് അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എന്താണ് ക്വാളിറ്റി ഹോസ്പിറ്റലിലെ കെയറിൽ ക്വാളിറ്റി ഇല്ല എന്ന് അവർക്ക് തോന്നുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് AMA ഡിസ്ചാർജ് സംഭവിക്കുന്നത്. എന്താണ് ഈ AMA ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസിനെ കൊണ്ട് എന്താണ് ഒരു കൺസേൺ ഫോം അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങാറുണ്ട്. എന്തായിരിക്കും അവരെ കൊണ്ട് എന്ത് പറഞ്ഞായിരിക്കും അവരെ കൊണ്ട് എഴുതി സൈൻ ചെയ്ത് വാങ്ങുന്നത്?
നോക്കിക്കോട്ടെ. AMA ഫോം കണ്ടെയ്ൻസ്. AMA ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? ഐ ആം ലീവിംഗ് ദ ഹോസ്പിറ്റൽ വാർഡ് എഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസർ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ഫിറ്റ് ചെയ്ത് പോകുന്നത് എന്താണ്? മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ. ഡോക്ടർ എക്സ്പ്ലെയിൻഡ് ടു മീ അബൌട്ട് മൈ ഡിസീസ് കണ്ടീഷൻ ആൻഡ് ഇൽ ഇഫക്ട്സ് ഓഫ് ഡിസ്ചാർജ് മെഡിക്കൽ അഡ്വൈസർ. ഡോക്ടർ എന്റെ അസുഖത്തിന്റെ വിവരങ്ങളെ കുറിച്ചും ഞാനിവിടെ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും ഡോക്ടർ എന്നോട് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ ആൻഡ് സ്റ്റാഫ് വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ എനി ഇൽ ഇഫക്ട് ദാറ്റ് മേ ഹാപ്പൻസ് ആഫ്റ്റർ മൈ ഡിപ്പാർച്ചർ. ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഹോസ്പിറ്റലുമായോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സുമായോ നഴ്സുമാരോ ഉത്തരവാദികളല്ല. എന്താണ് AMA ഫോമില്? ഞാൻ ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ്. ഡോക്ടർ എന്നോട് എന്റെ ശാരീരിക കണ്ടീഷനെ കുറിച്ചും എന്റെ അസുഖത്തിനെ കുറിച്ചും ഡിസ്ചാർജ് വാങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയതിനു ശേഷം എനിക്കുണ്ടാകുന്ന അസുഖവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ ഡോക്ടർമാരോ അതല്ലെങ്കിൽ നഴ്സ് ഉത്തരവാദിയല്ല. എന്താണ്? എന്റെ സ്വന്തം റിസ്ക് ആണ്. അങ്ങനെ പറഞ്ഞങ്ങാട്ട് ഒരു ഫോം എഴുതി സൈൻ ചെയ്യിച്ച് വാങ്ങും. ക്ലിയർ ആയോ? AMA എന്ന് പറഞ്ഞാല് മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ രോഗി ഓൺ റിസ്കില് ഡിസ്ചാർജ് വാങ്ങി പോകുക. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താണ്? വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. either as a referral or as by patient request. Transfer to another healthcare facility refer to the process of moving a patient from one hospital or healthcare facility to another. എന്നാണ്? ഒന്നില്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനാണ് റെഫർ ചെയ്യുക അല്ലെ. എന്താണ്? ഒരു രോഗിയെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്തതിനു ശേഷമൊക്കെയാണ് അവർക്ക് എന്താണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളാണ് എന്നറിയണം. അപ്പൊ എന്താ? അവർക്ക് ഓങ്കോളജി സെക്ഷൻസിൽ അല്ലേ അവർക്കുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് വേണ്ടത്. പക്ഷെ ഇവരിപ്പോ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലില് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ആ സെക്ഷൻ ഇല്ല. അപ്പൊ എന്താണ്? അവർ പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെ, പുതിയൊരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള സമയത്ത് എന്താണ്? ഡോക്ടറിനെ അവരെ പ്രിഫർ ചെയ്യും. അതാണ് either as referral or as by patient request. Transfer to another healthcare facilities refers to process of moving a patient from one hospital or healthcare facilities to other. എന്താണ്? ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റ് റിക്വസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡോക്ടർ തന്നെ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്താണ് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുക. യൂഷ്വലി ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഓർ സർവീസസ് ദാറ്റ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദ പ്രസന്റ് ഫെസിലിറ്റീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആ ഫെസിലിറ്റീസ് ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഈ രോഗിക്ക് ആവശ്യമാണ്. പക്ഷെ എന്താണ്? ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആ ഫെസിലിറ്റീസ് ഒന്നും ലഭ്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ലഭ്യമായ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ എന്താണ് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ എന്താണ്? ഒരു കൊച്ചിനെ, ഒരു ലേഡി, പ്രഗ്നന്റ് ലേഡീസ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്താണ് കൊച്ചിന് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ രോഗിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യില്ലേ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് transfer to another healthcare facilities. The transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be
റിക്വസ്റ്റഡ് ബൈ ദ പേഷ്യന്റ് ഓർ ദെയർ ഫാമിലി ഡ്യൂ ടു ദ വാലിഡ് റീസൺ. എന്താണ് അങ്ങനെ ആ പേഷ്യന്റ് അതല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു കാണിട്ട് എന്താണ് അവർ ഈ പേഷ്യന്റിനെ ഇവിടെ നിന്നും വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുക. ഹെൽത്ത് കെയർ പ്രൊവൈഡറോട് അവര് നോക്കുന്ന ഡോക്ടറോട് പറഞ്ഞിട്ട് ഫാമിലീസോ അല്ലെങ്കിൽ ആ പേഷ്യന്റ് തന്നെ പറഞ്ഞു കാണിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. A physician's referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. എന്നാണ് ഈ രോഗിയെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ഈ ഫിസിഷ്യൻ ഇവരിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ ഒരു റെഫറൽ ഫോമും കൂടി ഉണ്ടായിരിക്കും, അവര് കൊടുത്തൂടെ എന്നാണ്. അപ്പൊ ആ റെഫറൽ ഫോം നോക്കിക്കഴിഞ്ഞാല് ഈ പേഷ്യൻസിന് ഇപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഈ ഡോക്ടർ കൊടുത്തിരിക്കുന്നത്, ഇവർക്ക് ഇപ്പൊ എന്താണ് അസുഖം, അവരുടെ പ്രസന്റ് ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ആ റെഫറൽ ഫോമിൽ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നാണ് പേഷ്യന്റിനെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ ചികിത്സയിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനായി പറഞ്ഞേക്കുക. ചിലപ്പോ എന്താണ് ആരോഗ്യനെ റിക്വസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം അവരെ നോക്കുന്ന ഡോക്ടർ എന്താണ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഇവരെ റെഫർ ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്താണ് ഇവരെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ ഒരു റെഫറൽ ഫോം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഫോർത്ത്, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്നാണ് ഇവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്, നിങ്ങളാണ് വീട്ടിലേക്കല്ല ഡിസ്ചാർജ് ചെയ്യുന്നത്. ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുക. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് or palliative care means the process of transferring a patient from a hospital or healthcare facilities to a specialized program or facility that provides end-of-life care for patients with serious or terminal illness. എന്താണ് ഈ രോഗിക്ക് സീരിയസ് ആയ അല്ലെങ്കിൽ തീവ്രമായ ഭയങ്കര നല്ല എഫക്റ്റീവായ എന്തെങ്കിലും അസുഖമാണ്, ഇനി എന്താണ് അതിനുള്ള ട്രീറ്റ്മെന്റ് ഈ രോഗിക്ക് എന്താണ് അവരുടെ ലൈഫ് എൻഡ് ഓഫ് ലൈഫ് വരെ അവർക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ അവരുടെ ജീവിതാവസാനം വരെയും കിടത്തി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ. കുറച്ച് ദിവസം ഒരു മാസം വരെയും വേണമെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നില്ലെങ്കിൽ ഒരു അഭയ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ എന്താണ് പാലിയേറ്റീവ് കെയർസിലേക്കോ മാറ്റും. അങ്ങനെയുള്ള ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർസ്. നമുക്ക് കഴിഞ്ഞ ദിവസം ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചല്ലേ, ലോങ് സ്റ്റേ ഹോസ്പിറ്റലും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ അതിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ പഠിച്ചില്ലേ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ്, ഓർമ്മയില്ല? അത് അവിടെ വെച്ച് നിർത്തിയ, അല്ലെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞ് ആ ചാപ്റ്റർ കഴിഞ്ഞപ്പോ നിർത്തിയ ഓക്കെ. അത് തന്നെയാണ് ഒരു പേഷ്യന്റിന് ആളുടെ എൻഡ് ഓഫ് ലൈഫ് വരെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അവരുടെ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് കെയർസിലേക്കോ മാറ്റുന്നതിനെയാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് 4 ടൈപ്പ് ഡിസ്ചാർജ് ക്ലിയർ ആയോ? റീഹാബിലിറ്റേഷൻ, അതായത് അതൊന്നും ഡീപ്പെടില്ല. ഇതിൽ ഒന്നില്ലെങ്കിൽ എന്താണ് എൻഡ് ഓഫ് ലൈഫ് വരെ. മറ്റേ റീഹാബിലിറ്റേഷനിൽ എന്താണ് ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി ഒക്കെ അല്ലേ. എന്താണ് 4 ടൈപ്പ് ഡിസ്ചാർജ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് റൂട്ടീൻ ഡിസ്ചാർജ്. എന്താണ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോ അവരവരുടെ മെഡിക്കൽ അഡ്വൈസർ ഡിസ്ചാർജ് കൊടുത്ത് പറഞ്ഞു വിടുന്നത്. അപ്പൊ എന്താണ് ആ സമയത്ത് ആ പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, അവരുടെ കഴിക്കാനുള്ള മെഡിക്കേഷൻസിനെ കുറിച്ച്, അവർക്ക് ഫോളോ അപ്പ് കെയർസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച്, അതല്ലെങ്കിൽ അവർക്ക് വരുത്തേണ്ട ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് അവരുടെ മെഡിക്കൽ അഡ്വൈസർ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും.
AMA ഡിസ്ചാർജ്, സെക്കൻഡ് വൺ AMA ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് അവര് നോക്കുന്ന മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ പേഷ്യന്റ് ഓൺ റിസ്കില് സ്വന്തം ഉത്തരവാദിത്തത്തില് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ് AMA ഡിസ്ചാർജ്. ട്രാൻസ്ഫർ ടു തേർഡ് വൺ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് വെച്ചാല് ഒരു പേഷ്യന്റിന് എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടേഴ്സിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ അതല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഫോർത്ത് വൺ ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്താണ് ഒരു പേഷ്യന്റ് ആ ആൾക്ക് പേഷ്യന്റിന് അവരുടെ എൻഡ് ഓഫ് ലൈഫ് വരെ ജീവിതാവസാനം വരെ അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒരു അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയേഴ്സിലേക്കോ മാറ്റുന്നതിനാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയേഴ്സ്. ക്ലിയർ ആയോ? 4 ടൈപ്പ് ഡിസ്ചാർജ്. Next, things you can implement right away to remove the obstacles in your discharge process and improve revenues. എന്നാണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഇംപ്രൂവ് റിവന്യൂസ് എന്താണ് ഫിനാൻസ് അതല്ലെങ്കിൽ ലാഭം ഹോസ്പിറ്റലിൽ വരുമാനം കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതൊക്കെയാണ് അടുത്ത സെക്ഷനിൽ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങള് ഉറപ്പാക്കണം. എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം എന്താണ് നല്ല രീതിയിലുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം അല്ലെ. എന്താണ് പേഷ്യന്റ് ചില സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോ പഠിച്ചില്ലേ ഒരു ഫസ്റ്റ് തന്നെ അവരിന്ന് ആദ്യം തന്നെ ഒരു പൈസ അവരെ കൊണ്ട് അവരെ കളക്ട് ചെയ്യുമെന്നും പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോ. ഓക്കെ, എന്നിട്ട് എന്താണ് ബാക്കി അവരെ ഫൈനൽ സെറ്റിൽമെന്റില് ആദ്യം അഡ്വാൻസ് അടച്ചിരിക്കുന്ന പൈസ കുറയ്ക്കുന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം. അപ്പൊ എന്താണ് ആ ഫൈനൽ ബില്ല് ചെയ്യും ബില്ലടക്കാൻ നേരത്ത് അഡ്വാൻസ് അടച്ച പേയ്മെന്റ് അവർ കുറയ്ക്കൊക്കെ വേണമല്ലേ. അപ്പൊ അവരെന്താണ് അത് മറന്നു പോവുകയോ അതല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കൊക്കെ കയറ്റില്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊന്നുമില്ലാണ്ട് എഫിഷ്യന്റ് നല്ല രീതിയിലുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുക. ഈ പേഷ്യൻസിനെ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് അതിന്റെ ബില്ലിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ് ടൈം ലാഭിക്കാൻ വേണ്ടിയില്ലേ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകളും ചാർട്ടുകളും എന്താണ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാം അല്ലെ. എന്താണ് പെട്ടെന്ന് തന്നെ അവരുടെ റെക്കോർഡ്സുകളും മെഡിക്കൽ ഫയൽസ് ഒക്കെ എന്താണ് ഈ കമ്പ്യൂട്ടർ ബില്ലിംഗ് സെക്ഷനിൽ അവർക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സുകള്. ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ എന്താണ് ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് എത്ര ദിവസം അവർക്ക് എടുക്കേണ്ടി വരും, അവർക്ക് ഏകദേശം എത്ര പൈസയാവും അങ്ങനെയൊക്കെ പറഞ്ഞു കാട്ടല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ചാർജിന്റെ അഡ്മിഷന്റെ സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ എന്താണ് ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവർക്ക് പല രീതിയിലുള്ള കെയേഴ്സ് ഉണ്ടല്ലോ. ഡോക്ടേഴ്സിന്റെ കെയേഴ്സ് കിട്ടും, നഴ്സിന്റെ കെയേഴ്സ് കിട്ടും, ഈ ടെക്നീഷ്യൻസിന്റെ കെയേഴ്സ് കിട്ടും. അങ്ങനെ ഒരുപാട് കെയേഴ്സും ട്രീറ്റ്മെന്റുകളൊക്കെ അവർക്ക് ലഭിക്കുക. അപ്പൊ അങ്ങനെയുള്ള കോർഡിനേഷൻസ് എന്താണ് ഇംപ്രൂവ് ചെയ്യിക്കുക. ബെറ്റർ ബെഡ് മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള ഒരു ബെഡ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കുക. എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് അസാപ്പ്. അസാപ്പ് എന്ന് പറഞ്ഞാല് ആസ് സൂൺ ആസ് പോസിബിൾ. അസാപ്പ് എന്ന് പറഞ്ഞാല് ആസ് സൂൺ ആസ് പോസിബിൾ. ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ് രോഗിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ചില പേഷ്യൻസിന് എന്താണ് ഡോക്ടർ അവർക്ക് ഒരു അഡ്മിറ്റ് ആക്കി
ഇപ്പൊ കൊടുത്തിരിക്കുന്ന മെഡിസിൻ അല്ലാതെ ചിലപ്പോ എന്താണ് ആ മെഡിസിൻ ഒക്കെ അവർ അവോയ്ഡ് ചെയ്തിട്ട് വേറെ മെഡിസിൻ ഒക്കെ എഴുതി കൊടുക്കൂലെ, ഡിസ്ചാർജിങ് സമയത്ത് വേറെ മെഡിക്കേഷൻസ് ഒക്കെ ആയിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ എന്താണ് അവര് ആ പേഷ്യന്റ് വാർഡിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ മരുന്നുകൾ ഇവർക്ക് വാർഡിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഡിസ്ചാർജ് മെഡിക്കേഷൻ എത്രയും പെട്ടെന്ന് ആ രോഗിക്ക് എന്താണ് ലഭ്യമാക്കുക. എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, നല്ല രീതിയിലുള്ള എഫിഷ്യന്റ് ആയ ഒരു ബില്ലിംഗ് സിസ്റ്റം. പിന്നെന്താണ് രോഗിയുടെ ഫയൽസും റെക്കോർഡുകളും പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്യാനും നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സിസ്റ്റം. ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. എന്താണ് അഡ്മിഷന്റെ ഒരു രോഗിനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ച്, ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു കൊടുക്കുക. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. എന്താണ് ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് പല സെക്ഷനിൽ നിന്ന് കെയേഴ്സ് ലഭ്യമാക്കും. അപ്പൊ ആ കെയേഴ്സിന്റെ ഒരു കോർഡിനേഷൻ എന്താണ് ഡോക്ടറിന്റെ അടുത്തുനിന്ന്, നഴ്സിന്റെ അടുത്തുനിന്ന്, ടെക്നീഷ്യൻസിന്റെ അടുത്തുനിന്ന്, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിന്റെ അടുത്തുനിന്ന്, ക്ലറിക്കൽ സ്റ്റാഫിന്റെ അടുത്തുനിന്ന്, അങ്ങനെയുള്ള ഒരുപാട് സെക്ഷനിൽ നിന്നുള്ള കെയേഴ്സ് കിട്ടും. അപ്പൊ എന്താണ് അതിനുള്ള ഒരു കോർഡിനേഷൻ. ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. എന്താണ് നല്ല രീതിയിലുള്ള ഒരു ബെഡ് മാനേജ്മെന്റ്. എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് എസെറ്റ്. എന്താണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് എത്രയും പെട്ടെന്ന് തന്നെ രോഗിക്ക് എത്തിച്ചു കൊടുക്കുക. ക്ലിയർ ആയത്? ASAP എന്ന് പറഞ്ഞാല് as soon as possible. As soon as possible. എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന്. ക്ലിയർ ആയോ? പറയുന്നവരെന്നെ പറയുന്നുള്ളൂ, ബാക്കി ആദ്യം ഒരു അനക്കൂല്ലല്ലോ. ഉറങ്ങിയാണ് എല്ലാവരും. ക്ലാസ്സിൽ കയറിയിട്ട് 58 പേരുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? നമ്മ എടുത്തത് ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ഇൻട്രൊഡക്ഷൻ, എത്ര ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ട്, ഏതൊക്കെയാണ്, പിന്നെ തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ് ആണ്, ഡിസ്ചാർജിന്റെ സമയത്ത് ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ, പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. പോളിസി, എന്തൊക്കെ പോളിസീസ് ആണ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഡിസ്ചാർജിന്റെ സമയത്ത് ഉണ്ടാകുന്നത്. ഫസ്റ്റ്, പർപ്പസ്. എന്ത് പർപ്പസ് ആണ്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻ ഫോർ ദിസ് ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് അയക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെ, എന്താണ് അവരുടെ കണ്ടീഷനെ കുറിച്ച്, അതല്ലെങ്കിൽ അവരുടെ മെഡിക്കേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഫോളോ അപ്പ് കെയേഴ്സിനെ കുറിച്ച്, അതല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പോളിസി, എന്തൊക്കെ നയങ്ങളാണുള്ളത് നമ്മുടെ ഡിസ്ചാർജ് പ്രൊസീജിയറിൽ, എന്തൊക്കെ നയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, discharge procedure shall be followed to make sure that patients are discharged effectively and efficiently, allowing the most favorable resources. എന്താണ് ആ ഹോസ്പിറ്റലില് ലഭ്യമായ സൗകര്യങ്ങൾ വെച്ചിട്ടാണിട്ട് കൂടുതൽ എഫക്റ്റീവായും എഫിഷ്യന്റ്, നല്ല കാര്യക്ഷമമായും ഫലപ്രാപ്തിയിലുമായി എഫിഷ്യന്റായും എന്താണ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുക. എന്താണ് അവർക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിക്കാതെ അവർക്ക് വേണ്ട മെഡിക്കേഷൻ, ഡിസ്ചാർജ് സമയത്ത് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കിയിട്ട് അവരെ കൂടുതൽ എഫക്റ്റീവായി എഫിഷ്യന്റായി ഡിസ്ചാർജ് ചെയ്യുക. എന്താണ് പേഷ്യൻസിന് കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുക. സെക്കൻഡ് വൺ, authorized hospital discharge shall only be made by an order from the primary consultant. However, a patient may discharge himself or herself
എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ രണ്ട് രീതിയിലുള്ള മെഡിക്കൽ പേഷ്യന്റിന് ഡിസ്ചാർജ് സംഭവിക്കാം. എന്താണ് ഓതറൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് എന്താണ് അവരെ കൺസൾട്ട് ചെയ്യുന്ന അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെഡിക്കൽ അഡ്വൈസർ, പ്രൈമറി കൺസൾട്ടന്റ്, അതായത് അവർ മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. അതല്ല ചില ടൈമിൽ എന്താണ് ആ പേഷ്യന്റ് എന്താണ് സ്വയം മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകും. The consultant or his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. എന്താണ് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, ഇവർ ഏത് ഡോക്ടറാണോ ട്രീറ്റ്മെന്റ് ചെയ്തത് ആ ഡോക്ടർ എന്താണ് ഈ പേഷ്യന്റിനെ മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് നിർദ്ദേശങ്ങള് രേഖപ്പെടുത്തും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഈ ഹോസ്പിറ്റലില് ഇവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ രോഗിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ എന്താണ് ഡിസ്ചാർജ് നിർദ്ദേശങ്ങൾ, ഇപ്പൊ എന്താണ് ഡിസ്ചാർജ് ആയതിനു ശേഷം അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതല്ല ഫോളോ അപ്പ് കെയർസിന് വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് പിന്നെന്താണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, അങ്ങനെയുള്ള ഡിസ്ചാർജ് നിർദ്ദേശങ്ങൾ എന്താണ് ഈ ഡോക്ടർ അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തും. A discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. എന്നാണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഒരു ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡിസ്ചാർജ് സമ്മറി എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞേ, ടൈപ്പ് ചെയ്തേ ഓരോരുത്തരായിട്ട് ഓരോന്നും. ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പിന്നെ മെഡിസിന് എന്തൊക്കെ മെഡിസിൻ അവർക്ക് കൊടുത്ത്, പിന്നെ മെഡിസിൻ മാത്രമല്ലോ ഫോളോ അപ്പ് കെയർസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുണ്ടായിരിക്കും. പിന്നെ എന്താണ് അഡ്വൈസ്, നിർദ്ദേശങ്ങളാ എന്തെങ്കിലും. പിന്നെ ടെസ്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും സ്കാനിങ്ങുകളോ ലാബ് ടെസ്റ്റുകളോ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഹെൽത്ത് കണ്ടീഷനിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ഈ പേഷ്യന്റിന് എന്ത് രോഗമായിട്ടാണ് കൊണ്ടുവന്നത് അല്ലെ, ഡയഗ്നോസിസ് ചെയ്തിട്ട് ആ രോഗത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. The ward sister shall be responsible person to ensure compliance with the policy like billing, duration to finish the discharge process, etc. എന്നാണ് ചില ഹോസ്പിറ്റലിൽ അല്ലെ രാവിലെ നമ്മൾ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ ബില്ല് സെറ്റിൽ ചെയ്ത് പോവാനായിട്ട് രാത്രി വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ, ഒരുപാട് നേരം നമ്മ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ബില്ലിംഗ് ഡിസ്ചാർജ് പ്രോസസ്സിനുള്ള ഡ്യൂറേഷനെ കുറിച്ചോ അതല്ലെങ്കിൽ ബില്ലിംഗ് സെക്ഷനിലെ പോളിസീസിനെ കുറിച്ചോ ഈ പേഷ്യൻസിനോ അവരുടെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയാൻ ആരാണ്? ഈ വാർഡ് സിസ്റ്റർ റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിയാണ്. ക്ലിയർ ആയോ? പേഷ്യന്റിന് ഡ്യൂറേഷൻ ടു ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുവാനും അതല്ല ബില്ലിംഗ് സെക്ഷനിലെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കാൻ ഈ വാർഡ് നേഴ്സ് എന്താണ് വില്ലിംഗ് ആയിരിക്കണം. സിക്സ്ത്, the discharge summary shall contain all patients details. അല്ലെ ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞ പോലെ ഡയഗ്നോസിസ്, ഡോക്ടർ പേഷ്യന്റിന്റെ അസുഖം എന്താണ്, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ അവരുടെ റിസൾട്ട് എന്താണ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അങ്ങനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഡിസ്ചാർജ് സമ്മറിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ഡെത്ത്, ദ ഡിസ്ചാർജ് സമ്മറി മസ്റ്റ് ഇൻക്ലൂഡ് ദ കോസ് ഓഫ് ഡെത്ത്. എന്താണ് ചില സമയത്ത് ഹോസ്പിറ്റലിൽ രോഗിന്
അഡ്മിറ്റ് ആക്കി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് മരണം സംഭവിക്കാം അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അല്ലെ. എന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് സമ്മറിയില് അതിനുള്ള കാരണം, മരിക്കാനിടയായ കാരണം എന്താണ്, അവരുടെ എന്തായിരുന്ന അസുഖമെന്നോ എന്തെങ്കിലും എന്താ കാരണമെന്നോ അതിലെന്താണ് ഇൻക്ലൂഡ് ചെയ്യണം. കോസ് ഓഫ് ഡെത്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. The nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient or family. Understanding shall be recorded in documents on the discharge checklist by getting signed by the patient or family. Discharge checklist കണ്ടിട്ടുണ്ടായിരുന്നില്ല, സമ്മറി കണ്ടിട്ടുണ്ട് അല്ലെ, ചെക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ചെക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന കെയർസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്തായിക്കോട്ടെ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ചെയ്യൂലേ ഓരോ കാര്യങ്ങൾ, ഗുഡ് ആണോ, ആവറേജ് ആണോ, പൂവർ ആണോ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? അത് നമ്മൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സെക്ഷനിൽ പോയാൽ തന്നെ അതേപോലെയുള്ള ഫീഡ്ബാക്ക് ഫോം, അതേപോലെയുള്ള ഇതിനാണ് ഡിസ്ചാർജ് ചെക്ക്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച സേവനങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ എങ്ങനെയാണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ചോദിച്ച് അവർ ടിക്ക് ചെയ്യിക്കുന്നതാണ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്. അങ്ങനെയുള്ള ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റുകള്, പിന്നെ ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് എന്താണ് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിൽ എന്താണ് അവരെ ചെയ്യിച്ചിട്ട് അവരെ കൊണ്ട് സൈൻ മേടിക്കുക, പേഷ്യന്റിനെ കൊണ്ട് അതല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടൊക്കെ സൈൻ മേടിക്കുക. അതൊക്കെ ഈ നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ്, next one, patient who requests discharge against medical advice shall be explained the risk and informed consent policy. എന്താണ് മെഡിക്കൽ അഡ്വൈസ് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുകയാണെങ്കിൽ അതിൻ്റെ റിസ്കുകൾ, അവർക്ക് സംഭവിക്കാവുന്ന റിസ്കുകളെ കുറിച്ച്, പിന്നെ കൺസേൺ പോളിസിയിലെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഫോം ഒക്കെ സൈൻ ചെയ്ത് വേണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. Patient who leave hospital against medical advice are to be explained on the consequence of LAMA and signature to be obtained in LAMA form in inpatient department. LAMA എന്ന് പറഞ്ഞാൽ ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് ലീവിംഗ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. പേഷ്യന്റ് ഹു ലീവ് ഹോസ്പിറ്റൽ എന്താണ് ഒരു പേഷ്യന്റ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് ലീവ് ചെയ്ത് പോവുക, അവിടെ നിന്ന് പോകുകയാണെങ്കിൽ അതുകൊണ്ട് ആ പേഷ്യൻസിന് ഉണ്ടാകുന്ന എന്താണ് അവരെ ട്രീറ്റ്മെന്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ, ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ എന്താണ് അവർക്ക് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ അതേക്കുറിച്ച് എന്താണ് ആ പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കുക. കോൺസിക്വൻസ് ഓഫ് LAMA എന്താണ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോയാൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, പിന്നെന്താണ് LAMA നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചില്ലേ, AMA എന്ന് പറഞ്ഞ് പഠിച്ചപ്പോ അതിന്റെ ഇടയിൽ പഠിച്ചില്ലേ AMA ഫോം കണ്ടെയ്ൻസ്, അങ്ങനെയുള്ള ഫോം ഒക്കെ എഴുതിച്ച് അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുക. എന്നിട്ട് എന്താണ് റെക്കോർഡ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ LAMA ഫോം സൈൻ ചെയ്ത് വാങ്ങുക. 11, a patient who comes to casualty take treatment early in hospital with CMO consent as OP consultation are given prescription based on patient condition. എന്താണ് ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റി സെക്ഷനിലേക്ക് വന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ OP കൺസൾട്ടേഷൻ എന്താണ് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനും അവർക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. The hospital administration must make sure that every hospital has an organized discharge planning
ആൻഡ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് എല്ലാ ഹോസ്പിറ്റലിലും അല്ലെ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഓർഗനൈസ്ഡ് രീതിയിലുള്ള നല്ല രീതിയിലുള്ള എന്താണ് ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ എന്താണ് അത് പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കും. എന്താണ് പെട്ടെന്ന് തന്നെ ബില്ല് സെറ്റിൽ ചെയ്യില്ല, ആദ്യം ബില്ല് കൊടുക്കൂലെ പേഷ്യന്റിന്, എല്ലാ സെക്ഷനിൽ നിന്നുള്ള അവർക്ക് കിട്ടിയിരിക്കുന്ന കെയർസ് ഒക്കെ ഏകോപിപ്പിച്ചിട്ട് എന്തൊക്കെ കെയറാണ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ഫീസ് ഇതാക്കി എന്താണ് എല്ലാം ടോട്ടലൈസ് ചെയ്ത് അതെന്താണ് അവർ വാർഡിൽ ഏൽപ്പിച്ച്, വാർഡിൽ നിന്ന് പിന്നെ പേഷ്യന്റിനെ ഏൽപ്പിച്ച്, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അതെന്താണ് അതെല്ലാം ഒരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കുക. അപ്പൊ എന്താണ് പേഷ്യൻസിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഒരു ബില്ല് കിട്ടാനൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനൊന്നും അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കും. അതെന്താ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ അവർക്ക് തൃപ്തി കൂടുതലാക്കാനായിട്ട് സഹായിക്കും. ചില ഹോസ്പിറ്റലിൽ നിന്നാണ് രാവിലെയൊക്കെ ഡിസ്ചാർജ് ചെയ്താലും ബില്ല് കിട്ടാനും അത് പേയ്മെന്റ് ചെയ്യാനൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. ചിലയിടത്ത് എന്താണ് ചില പേഷ്യൻസിന് ഈ ഇൻഷുറൻസുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്യാനും സെറ്റിൽ ചെയ്യാനൊക്കെ അവർക്ക് ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും, അവിടെ നിൽക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാം പെട്ടെന്ന് ഒരു ഓർഗനൈസ്ഡ് വേയിലാക്കിയാല് എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കും. ഫസ്റ്റ് പോളിസിയില് ഫസ്റ്റ് എന്താണ് എല്ലാ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സുകൾ വെച്ചിട്ടാണിട്ട് ഇഫക്റ്റീവായി എഫിഷ്യന്റ് ആയിട്ട് എന്താണ് ഡിസ്ചാർജ് പ്രോസസ്സ് നടത്തുക. എന്താണ് എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റല്, നല്ല ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലില് എന്താണ് ആ രോഗി കൺസൾട്ട് ചെയ്യുന്ന മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. ചില സമയത്ത് അല്ലെ ഒരു പേഷ്യന്റിന്റെ നിർദ്ദേശപ്രകാരം എന്താണ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ പേഷ്യന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകും. എന്താണ് ഒരു പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ റെക്കോർഡില് എന്താണ് ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസിലെ ഡിസ്ചാർജിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് എന്താണ് എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് CMO എന്ന് പറഞ്ഞാല് ചീഫ് മെഡിക്കൽ ഓഫീസർ. നമ്മിത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചീഫ് മെഡിക്കൽ ഓഫീസർ എന്താണ് ഒരു പേഷ്യന്റിന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് പേഷ്യന്റിന് എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി കൊടുക്കും അല്ലെ. ഈ ഡിസ്ചാർജ് സമ്മറി കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. എന്താണ് ഇവരിവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ ഈ ഡിസ്ചാർജ് സമ്മറി കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ രോഗിനെ കുറിച്ചുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റൂലേ. പറ്റോ? അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ വീണ്ടും ഈ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും ഡിസ്ചാർജ് സമ്മതിക്ക് നോക്കിക്കഴിഞ്ഞാല് അവർക്കും മനസ്സിലാവില്ല പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ പേഷ്യന്റിന് എന്താ സുഖമായിട്ട് മുമ്പ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇവരൊക്കെ ഈ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ആ ഡോക്ടർക്കും പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്താണ് പേഷ്യൻസിന് അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് ബില്ലിംഗ് പോളിസി, ബില്ലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ബില്ലിന്റെ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ വാർഡ് സിസ്റ്റർ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഉത്തരവാദിയാണ്. പിന്നെന്താ ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്താണ് പേഷ്യന്റിന് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ട്രീറ്റ്മെന്റ് അവർ അഡ്മിറ്റ് ആക്കിയ സമയത്ത് അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് സമ്മറില് അതിനുള്ള കാരണം, മരണത്തിന്റെ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് നേഴ്സ്
ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്, അത് പിന്നെ എന്താണ് ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലനേഷൻ, പേഷ്യന്റിനോ അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സിന് ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിൽ പേഷ്യന്റിനെ കൊണ്ടോ അതായത് പേഷ്യന്റിന്റെ ഫാമിലിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ സൈൻ ചെയ്ത് വാങ്ങുക. എന്താണ് പേഷ്യന്റ് അവരുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ അതിനുള്ള റിസ്കുകളെ കുറിച്ച് അപ്പോഴുള്ള പ്രവർത്തനങ്ങൾ പോളിസിയെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഡിസ്ചാർജ് ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ആ പേഷ്യന്റിന് ഉണ്ടാവുന്ന കോൺസിക്വൻസ് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പിന്നെ എന്താണ് LAM ഫോം ഒക്കെ അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും കൂടി വേണം. പിന്നെ എന്താ ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ വന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ OPയിലെ കൺസൾട്ടേഷൻ എന്താണ് അവർക്ക് മെഡിക്കേഷൻസും അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് കൊണ്ടുവരിക. ഇതെന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നിട്ട് ആ രോഗിയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതാണ്. ഫോർമലായിട്ട് ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിനാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് സംഭവിക്കുന്നത് ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുക, അതല്ലെങ്കിൽ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ പേഷ്യന്റ് തന്നെ ഓൺ റിസ്കിൽ ഡിസ്ചാർജ് വാങ്ങി പോകുക, അതല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ് രോഗിക്ക് മരണം സംഭവിക്കുക. എപ്പോഴൊക്കെയാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്? എന്താണ് 4 ടൈപ്പ് ഡിസ്ചാർജ് ആണുള്ളത്. ഫസ്റ്റ് റുട്ടീൻ ഡിസ്ചാർജ് എന്താണ്? ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്നതാണ് റുട്ടീൻ ഡിസ്ചാർജ്. ഇങ്ങനെയുള്ള റുട്ടീൻ ഡിസ്ചാർജിന്റെ സമയത്ത് അവരെ കൺസൾട്ട് ചെയ്യുന്ന അവരെ നോക്കുന്ന ഡോക്ടർ എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ അപ്പ് കെയർസ് അല്ല എന്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് എന്തെങ്കിലും വരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർസിനെ കുറിച്ച്, പിന്നെ അല്ലെങ്കിൽ അവർക്ക് വരുത്തേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ്? ഒരു മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ രോഗി ഓൺ റിസ്കില് സ്വന്തം റിസ്കില് എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോകുക. എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് നേരത്തെ പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിൽ എന്താണ് അവർ സാറ്റിസ്ഫൈഡ് അല്ല, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് ലഭിക്കുന്ന കെയർസിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന കെയർസിന്റെ ഗുണനിലവാരത്തിൽ സംശയിച്ചിട്ട് AMA ഡിസ്ചാർജ് സംഭവിക്കാം. AMA ഡിസ്ചാർജ് സംഭവിക്കുന്ന സമയത്ത് അവരെ കൊണ്ടൊരു ഫോം ഒക്കെ എഴുതി സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് ഡിസ്ചാർജ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. എന്താണ്? രോഗിക്ക് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ ബെറ്റർ സർവീസുകളൊക്കെ ഹെൽത്ത് കെയർ സർവീസുകളൊക്കെ വേണമെങ്കിൽ രോഗിയുടെ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഫോർത്ത് വൺ ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്താണ്? ഒരു രോഗിക്ക് ജീവിതാവസാനം എൻഡ് ഓഫ് ലൈഫ് വരെ ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ അവരേതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ ഡിസ്ചാർജ് ചെയ്യുക. നെക്സ്റ്റ് തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, പിന്നെ എന്താണ് ഇലക്ട്രോണിക് ഫയൽ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഫയലുകൾ റിട്രീവ് ചെയ്യാനൊക്കെ എന്താണ് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുക.
അഡ്മിഷന്റെ സമയത്ത് തന്നെ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ ഡിസ്ചാർജ് പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്താണ് രോഗിക്ക് പേഷ്യന്റിന് ലഭിക്കുന്ന കെയേഴ്സിൽ ഒരുപാട് പല രീതിയിലുള്ള കെയേഴ്സ് കിട്ടും അല്ലെ. അതിനുള്ള ഒരു കോർഡിനേഷൻ, നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്, എന്താണ് ഡിസ്ചാർജ് സമയത്ത് കൊടുക്കുന്ന മെഡിക്കേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ രോഗിക്ക് വാർഡിൽ ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ് പോളിസി. ക്ലിയർ ആയോ? അത് ഇനി ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഞാൻ മ്യൂട്ട് മാറ്റുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. 5 മിനിറ്റ് ഒന്ന് നോക്കിയേ. ASAP എന്ന് പറഞ്ഞാല് as soon as possible, എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കുക. പെട്ടെന്ന് ലഭ്യമാക്കുക. വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ. The consultant or his designee shall document discharge instruction in the patient medical record at the time of anticipated discharge. എന്താണ് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ആ രോഗിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ വന്നിട്ട് രോഗീനെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ഈ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയില്ലേ മെഡിക്കേഷൻസ് ഒക്കെ അവർ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ചിലപ്പോ മാറ്റിട്ട് എഴുതാറുണ്ട് അല്ലെ. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ് ആയിരിക്കില്ല, പിന്നെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കുക, ഡോസ് കുറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തും. അങ്ങനെയുള്ള മെഡിക്കേഷനെ കുറിച്ച് അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അപ്പൊ അതെന്താണ് അതൊക്കെ ഈ മെഡിക്കൽ റെക്കോർഡില് അവര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഡോക്ടർ. മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് സ്വന്തം റിസ്കില് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അപ്പൊ അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന റിസ്കുകളെ കുറിച്ച് എന്താണ് ഇവർക്ക് ചിലപ്പോ അവരെ ഹെൽത്തിനെ ബാഡ് ആയിട്ട് ഇഫക്ട് ചെയ്യാം. ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാണ്ടൊക്കെ പോകുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് അങ്ങനെ പോകുന്ന സമയത്തുള്ള പോളിസീസുകൾ ചിലപ്പോ സൈൻ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ AMA ഫോം ഒക്കെ അവർ സൈൻ ചെയ്ത് കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കും. നോക്കിയെന്നെ ഇല്ല, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. ക്ലിയർ ആയി. സജീന ക്ലിയർ ആയോ? യെസ് മാം. ഇത്രയും ഭാഗം ഒന്നുകൂടെ നോക്കുക. നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കുക. കുറച്ചും കൂടി ഉള്ളൂ കേട്ടാ. ഇനി ഓക്കെ താങ്ക് യു. ഓക്കെ മാം. Thank you, ma'am.